ലോ കോളേജിലെ കലോത്സവം കണ്ടാലോ? ഗസ്ര എന്നാണ് കേട്ടോ ഇക്കൊല്ലത്തെ കലോത്സവത്തിന്റെ പേര്. ആദ്യത്തെ 2 ദിവസം ഓഫ് സ്റ്റേജ് പ്രോഗ്രാംസും പിന്നത്തെ 2 ദിവസം ഓൺ സ്റ്റേജ് പ്രോഗ്രാംസും ആണ്. എനിക്ക് തന്നെ ഫസ്റ്റ് ഹിന്ദിക്ക് ഫസ്റ്റ് കിട്ടും. ഓവറോൾ ചാമ്പ്യനും 127. അറ്റൻഡൻസ് തരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ആവേശത്ത് കയറി പേര് കൊടുത്തതാണ്. അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഇതിനൊന്നുള്ള കഴിവില്ല. എന്തായാലും വിട്ടു, ഇനിയിപ്പോൾ എണീറ്റ് പോരാനും പറ്റില്ല. അതുകൊണ്ട് ഇരുന്ന് 2.5 പേജ് അങ്ങോട്ട് എഴുതി. ഇത് വായിക്കുന്നവന് ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കോൺഫിഡൻസ് ആണ് കേട്ടോ എനിക്കുള്ളത്. കാരണം ചെസ് നമ്പർ മാത്രമേ എഴുതിയിട്ടുള്ളൂ, പേരായിരിക്കും മനസ്സിലാവില്ലല്ലോ. ആദ്യം എഴുതിയത് മലയാളം എസ്സി ആയിരുന്നെങ്കിൽ ഇനി എഴുതാൻ പോകുന്നത് മലയാളം ഷോർട്ട് സ്റ്റോറിയാണ്. ഒരു കഴിവില്ലെങ്കിലും ഞങ്ങളുടെ കോൺഫിഡൻസിനൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. പിന്നെ പങ്കെടുക്കുക, പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കാര്യം. ഉച്ചയ്ക്ക് ശേഷം വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ആയിരുന്നു. എന്റെ ക്യാമ്പസ് ആയിരുന്നു വീഡിയോഗ്രാഫിന്റെ ടോപ്പിക്. അങ്ങനെ തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണികളും ഞങ്ങൾ അരിച്ചു പെറുക്കിയിട്ടുണ്ട് കേട്ടോ. മുക്കിലും മൂലയിലും പോയി വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ കലോത്സവത്തിലെ കുറച്ച് അണിയറ പ്രവർത്തകരെയും കൂടി കാണിച്ചു തരാം. ഇവരാണ് യൂണിയൻ മെമ്പേഴ്സ്. ഓലെല്ലാരും നല്ല കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പോലെ കേട്ടോ. അതുകൊണ്ട് ഞാൻ മെല്ലെ താഴോട്ടെ. അമ്മയ്ക്ക് പ്രാണവേദന, മകൾക്ക് വീണവായന എന്ന് പറഞ്ഞതിന്റെ കൂട്ട് ഞങ്ങൾ രണ്ടാളും ഇവിടെ നിന്ന് റീൽസ് ഒക്കെ ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.